പുട്ടുപൊടിയുടെ കഥ ഇന്നത്തതോട് കൂടിയിട്ട് തീർന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ ഉണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഇന്ന് ചിക്കനായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കിയുണ്ട്. അപ്പോൾ പിന്നെ ചിക്കൻ്റെ കൂടെ നമുക്ക് ചപ്പാത്തി ആയാലും പോവും, ചോറും പോവും, എന്തും പോവും കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് നമ്മുടെ പുട്ടുപൊടിയുടെ കഥ അങ്ങ് കഴിക്കാം. ഉപദ്രവിക്കുക എന്നല്ല കേട്ടോ. അപ്പോൾ പിന്നെ ഇന്നത്തതോട് കൂടിയിട്ട് പുട്ടുപൊടി അങ്ങ് സമാപ്തിയായി. അപ്പോൾ പിന്നെ പത്തലെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇലയൊക്കെ ഉണ്ടായിരുന്നു. ഇല ഇച്ചിരി ഉണങ്ങിപ്പോയ ഇലയാണ് കേട്ടോ. അപ്പോൾ ആ ഇലയിൽ വെച്ചിട്ടാണ് ഇപ്രാവശ്യം ഞാൻ പരത്തിയെടുത്തത്. അപ്പോൾ ഈ പൊങ്ങി വരുന്നതാണ് കേട്ടോ ഈ ഒരു അപ്പത്തിൻ്റെ പെർഫെക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ, പത്തലിൻ്റെ. അപ്പോൾ മാറിപ്പോകരുത് കേട്ടോ. പത്തലും പത്തിരിയും രണ്ട് തരാണ്. പലർക്കും അതൊരു ഡൗട്ടാണ്. അപ്പോൾ കോമ്പിനേഷനായിട്ട് ഞങ്ങൾ ചിക്കനാണ് കേട്ടോ, ചിക്കൻ കറിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഉച്ചക്കത്തെ ചിക്കൻ്റെ ബാക്കിയാണ്. അപ്പോൾ ഇവിടെ ഉള്ളവരൊന്നും അധികം ചിക്കൻ കറി കഴിക്കാത്ത ആളാണ്. മെയിനായിട്ട് ഞാനാണ് കേട്ടോ ഈ ചിക്കൻ്റെ ആളെ. അങ്ങനെ ഞാൻ കുറച്ചധികം അപ്പം എടുത്തു. ചിക്കൻ കറിയിൽ അങ്ങ് മുക്കി കഴിക്കുമ്പോഴുണ്ടല്ലോ വയറും മനസ്സും അങ്ങ്